റിച്ച് ഡാഡിന്റെ ബിസിനസ് സ്കൂൾ. മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി. റോബർട്ട് കിയോസാക്കി, ഷാരോൺ എൽ. ലേഷർ. എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സായി ഞാൻ നിർദ്ദേശിക്കുന്നു. എനിക്ക് ഇടയ്ക്കിടെ ലഭിക്കാറുള്ള കത്തുകളുടെ ഒരു ഉദാഹരണം താഴെ നൽകുന്നു. പ്രിയപ്പെട്ട മീ. കിയോസാക്കി, ഹലോ, താങ്കൾക്ക് സുഖമാണെന്ന് കരുതുന്നു. എന്റെ പേര് സൂസൻ. എന്റെ ഭർത്താവ് അലന് വേണ്ടിയാണ് ഞാൻ ഇതെഴുതുന്നത്. നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു മികച്ച സംരംഭകനും ബിസിനസ്സുകാരനും ഒക്കെ ആകാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതുന്ന വിവരം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ താങ്കളുടെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. അതിനാൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ ഭർത്താവ് കമ്പനിയുടെ പേരെഴുതിയിരിക്കുന്നു എന്ന കമ്പനിക്കായി ധാരാളം സമയം ചെലവഴിക്കുന്നു. വിറ്റാമിനുകളും മറ്റ് ആരോഗ്യ സംബന്ധമായ ഉത്പന്നങ്ങളും വിറ്റഴിക്കുന്ന ഒരു പിരമിഡ് സ്കീം കമ്പനിയാണ് ഇത്. കമ്പനിയുടെ തലപ്പത്തുള്ള ആളിനുവേണ്ടി നിങ്ങൾ വിൽപ്പന നടത്തുന്ന താഴെയുള്ള ആളുകളിലേക്ക് ഈ ശൃംഖല കടന്നു പോകുന്നു. ഇതൊരു സമയം പാഴാക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നതുവരെ ഇതെന്നെ സ്പർശിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ അധ്വാനവും മറ്റൊരാൾക്കും കമ്പനിക്കും വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ മറ്റൊരാൾ ലാഭമുണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയാണ് എന്ന ആശയത്തിലൂടെ അവർ അദ്ദേഹത്തെ വിൽപ്പനയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു. എന്നാൽ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കാണാൻ സാധിച്ചില്ല. വിറ്റാമിനുകളിൽ അദ്ദേഹത്തിന്റെ പേരില്ലാതെ എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന്റെ കമ്പനിയാകുന്നത്? എല്ലാത്തിലും ഉപരി ഒരു വർഷത്തിലേറെയായി അദ്ദേഹം പാർട്ട് ടൈമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് കൂടുതലൊന്നും സമ്പാദിക്കാനും ആകുന്നില്ല. അദ്ദേഹം തന്റെ സമയം പാഴാക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നതിന് പകരം അദ്ദേഹം സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് നടത്തുന്നതിനേക്കാൾ അദ്ദേഹം സ്വന്തമായി ഒരു കമ്പനി ആരംഭിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ വിൽപ്പന നടത്തുന്നത് അവർ അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ബുക്കുകൾ വായിക്കുകയും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായങ്ങളെ ഏറെ വിലമതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്കറിയാവുന്നതിനാൽ എന്റെ വാക്കുകളേക്കാൾ വിഷയത്തിൽ അദ്ദേഹം താങ്കളുടെ വാക്കുകൾക്ക് കൂടുതൽ വില കൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാകാം. ആർക്കറിയാം? ഇതൊരു നല്ല കാര്യമാണോ എന്നറിയാൻ സാധിച്ചാൽ എനിക്ക് അത്രയും സമാധാനമുണ്ടാകും. താങ്കൾക്ക് ഈ കത്തിന് മറുപടി തരാനുള്ള സന്മനസ്സുണ്ടായാൽ ഞാൻ ഏറെ നന്ദിയുള്ളവളായിരിക്കും. ആത്മാർത്ഥതയോടെ, സൂസൻ എം. എന്റെ പ്രതികരണം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ എന്റെ ഓഫീസിലേക്ക് ഇത്തരം നിരവധി കത്തുകൾ ലഭിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ കത്തുകൾക്കും എനിക്ക് മറുപടി അയക്കാൻ സാധിക്കാറില്ല. ഞാൻ ഈ കത്ത് വെച്ച് ഈ ബുക്ക് തുടങ്ങാൻ കാരണം എനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ പലതും ഈ വ്യക്തിയുടെ അതേ ആശങ്കകളും ചോദ്യങ്ങളുമാണ് പങ്കുവെക്കുന്നത് എന്നതിനാലാണ്. ആശങ്കകളും ചോദ്യങ്ങളും അർത്ഥവത്തുമാണ്. ഇതുകൂടാതെ അവരുടെ തുറന്നുള്ള പെരുമാറ്റവും തുറന്ന മനസ്സും എന്നെ കൂടുതൽ ആകർഷിച്ചു. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇത്രയും തുറന്ന ഒരു മനസ്സ് വളരെ പ്രധാനമാണ്. ഈ ബുക്ക് എഴുതാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇത്തരം ചോദ്യങ്ങളും ആശങ്കകളും ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട് എന്നതാണ്. ഞാൻ ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെയും ഭാഗമല്ലാതിരുന്നിട്ടും നെറ്റ്വർക്കിംഗ് ബിസിനസ്സിലൂടെ ഞാൻ പണമുണ്ടാക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സായി നിർദ്ദേശിക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള മറുപടിയായി ഞാൻ ഈ ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നു. ഈ ബുക്കിന്റെ താളുകൾ നിങ്ങൾ മറിക്കുമ്പോൾ മുകളിലെ കത്തിനുള്ള എന്റെ ഉത്തരം അത്ര ലളിതമോ തെറ്റോ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവസാനിപ്പിക്കുന്നതിന് മുൻപായി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എല്ലാവർക്കും പറ്റിയ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ബുക്ക് വായിക്കുന്നതോടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പറ്റിയതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. ഒപ്പം പല ആളുകളും കാണാൻ പരാജയപ്പെടുന്ന മറഞ്ഞിരിക്കുന്ന പല അവസരങ്ങളും മൂല്യങ്ങളും നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വാഗ്ദാനം ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അധിക വരുമാനം ഉണ്ടാക്കുന്നതിനും അപ്പുറത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മറ്റു പലതുമാണ്. തുറന്ന മനസ്സ് സൂക്ഷിക്കുന്നതിനും ഈ ബുക്ക് വായിക്കുന്നതിനുമുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ആത്മാർത്ഥതയോടെ, റോബർട്ട് ടി. കിയോസാക്കി. അധ്യായം 1. ധനികനെ ധനികനാക്കുന്നതെന്ത്? ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നതിനു ശേഷം ഞാനെന്റെ ധനികനായ പിതാവിന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് 15 വയസ്സായിരുന്നു പ്രായം. സ്കൂൾ ജീവിതത്തിൽ ഞാനാകെ നിരാശനായിരുന്നു. എനിക്ക് എങ്ങനെയാണ് ധനികനാകുന്നത് എന്ന് പഠിക്കണമായിരുന്നു. എന്നാൽ മണി 101, എങ്ങനെ 202 ബില്യണറാകാം തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നതിന് പകരം ഞാൻ സയൻസ് ക്ലാസുകളിൽ തവളകളെ കീറിമുറിച്ച് പഠിക്കുകയും തവളകൾ ഒരാളെ എങ്ങനെ ധനികനാക്കുമെന്ന് അത്ഭുതപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്കൂളിലെ നിരാശ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനെന്റെ ധനികനായ പിതാവിനോട് ചോദിച്ചു, അവരെന്താണ് പണമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് സ്കൂളിൽ പഠിപ്പിക്കാത്തത്? ധനികനായ പിതാവ് മുന്നിലെ പേപ്പറിൽ നിന്ന് തലയുയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല, അത് എന്നെയും പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്.
കുറച്ചുനേരം മിണ്ടാതിരുന്നിട്ട് അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? നല്ലത്, പതുക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് സ്കൂളിൽ ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ ലോകത്ത് ആവശ്യമുള്ളതും സ്കൂളിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് ധനികനാകുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ മതി. ചത്ത തവള എങ്ങനെയാണ് ഒരു പുതിയ കാർ വാങ്ങാൻ എന്നെ സഹായിക്കുന്നത്? അതല്ല, ഒരു ചത്ത തവളയെക്കൊണ്ട് എങ്ങനെ ധനികനാകാൻ സാധിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഞാൻ 1000 തവളകളെയെങ്കിലും കീറിമുറിച്ചേനെ. ധനികനായ പിതാവ് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ചത്ത തവളയും പണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നീ അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് മറുപടി പറഞ്ഞു? എന്റെ അധ്യാപകരെല്ലാം ഒരേ കാര്യമാണ് പറഞ്ഞത്, ഞാൻ മറുപടി പറഞ്ഞു. യഥാർത്ഥ ലോകത്ത് സ്കൂളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ എത്ര തവണ അവരോട് ചോദിച്ചാലും അവരെല്ലാം ഒരേ ഉത്തരം തന്നെ നൽകിക്കൊണ്ടിരിക്കും. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത്, നല്ല മാർക്കുണ്ടെങ്കിലേ നിനക്ക് സുരക്ഷിതമായ ഒരു ജോലി നേടാൻ സാധിക്കൂ. ഞാൻ മറുപടി പറഞ്ഞു. അതുതന്നെയാണ് ഭൂരിഭാഗം ആളുകൾക്കും വേണ്ടത്, ധനികനായ പിതാവ് പറഞ്ഞു. ഭൂരിഭാഗം ആളുകളും സ്കൂളിലേക്ക് പോകുന്നത് ഒരു ജോലി കണ്ടെത്തുന്നതിനും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്നതിനും വേണ്ടിയാണ്. എനിക്ക് വേണ്ട. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാകാൻ എനിക്ക് താൽപര്യമില്ല. എനിക്ക് ജീവിതത്തിൽ എത്ര സമ്പാദിക്കണമെന്നും എപ്പോൾ ജോലിക്ക് പോകണമെന്നും എപ്പോൾ അവധിയെടുക്കണമെന്നുമൊക്കെ മറ്റൊരാൾ തീരുമാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് സ്വതന്ത്രനായിരിക്കണം, ധനികനാകണം. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ താൽപര്യമില്ല. എന്റെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്കായി ഇവിടെ പറയുന്ന ധനികനായ പിതാവ് എന്റെ അടുത്ത സുഹൃത്തിന്റെ പിതാവാണ്. ഔപചാരികമായ വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചിട്ടില്ലാത്ത അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയം വെട്ടിപ്പിടിച്ച വ്യക്തിയാണ്. ഇപ്പോൾ ഹവായ് സംസ്ഥാനത്തെ സമ്പന്നരിൽ ഒരാളാണ്. ദരിദ്രനായ പിതാവ്, എന്റെ സ്വന്തം പിതാവ്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമായിരുന്നു. എത്ര പണം അദ്ദേഹം സമ്പാദിച്ചെങ്കിലും മാസാവസാനം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അദ്ദേഹം ഏറെ പണിപ്പെട്ടു. സ്കൂൾ വിട്ടതിനു ശേഷവും ആഴ്ചാവസാനങ്ങളിലും ഞാൻ ധനികനായ പിതാവിനൊപ്പം നിന്ന് പഠിക്കാൻ തീരുമാനിച്ചതിന് ഒരു കാരണം എനിക്ക് ആവശ്യമായ വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് ലഭിക്കില്ലെന്ന തിരിച്ചറിവായിരുന്നു. ഞാൻ അന്വേഷിക്കുന്ന ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം ലഭിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എന്റെ യഥാർത്ഥ പിതാവ്, ദരിദ്രനായ പിതാവായിരുന്നു ഹവായ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ തലവൻ. ഹെഡ് ടീച്ചറായ എന്റെ പിതാവിന് പണത്തെക്കുറിച്ച് അധികമൊന്നും അറിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സ്കൂൾ സംവിധാനത്തിൽ നിന്ന് പഠിക്കാനാകില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. 15,000 വയസ്സിൽ പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളിയാകുന്നതിന് പകരം എനിക്കെങ്ങനെ ധനികനാകാൻ സാധിക്കുമെന്നാണ് അറിയേണ്ടിയിരുന്നത്. ആവശ്യത്തിന് പണമില്ലാത്തത് മൂലം പരസ്പരം വഴക്കടിക്കേണ്ടി വരുന്ന അമ്മയെയും അച്ഛനെയും സ്ഥിരമായി കാണാൻ തുടങ്ങിയത് മുതലാണ് പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാളെ ഞാൻ തിരഞ്ഞു തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ധനികനായ പിതാവിന്റെ അടുത്ത് പഠിക്കാനായി എത്തുന്നതും. 9ാമത്തെ വയസ്സു മുതൽ അദ്ദേഹത്തിനൊപ്പം നിന്ന് പഠിച്ച ഞാൻ പഠനം 38ാമത്തെ വയസ്സുവരെ തുടർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദ്യാഭ്യാസം നേടുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് സ്കൂൾ ആയിരുന്നു. യഥാർത്ഥ ജീവിതത്തിലെ ബിസിനസ് സ്കൂൾ. ധനികനായ പിതാവിന്റെ പരിശീലനം കാരണം എനിക്ക് 47ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യാനും ബാക്കിയുള്ളത്രയും കാലം സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാനും സാധിച്ചു. എന്റെ ദരിദ്രനായ പിതാവിന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, 65ാം വയസ്സുവരെ എങ്ങനെ നല്ല തൊഴിലാളിയാകാം എന്ന ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാനിപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരുന്നേനെ. എന്റെ ജോലിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളിൽ വിലയിടിയുന്ന പെൻഷൻ പ്ലാനിനെയും കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടേനെ. എന്റെ ധനികനായ പിതാവിന്റെയും ദരിദ്രനായ പിതാവിന്റെയും ഉപദേശങ്ങൾ തമ്മിലെ വ്യത്യാസം തികച്ചും ലളിതമായിരുന്നു. ദരിദ്രനായ പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂളിൽ പോയി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല ആനുകൂല്യങ്ങളുള്ള സുരക്ഷിതമായ ഒരു ജോലി കണ്ടെത്താനാണ്. എന്നാൽ ധനികനായ പിതാവിന്റെ ഉപദേശം, നിനക്ക് ധനികനാകണമെങ്കിൽ നീയൊരു ബിസിനസിന്റെ ഉടമയും നിക്ഷേപകനും ആകണം എന്നായിരുന്നു. എന്റെ പ്രശ്നം എന്നത് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്നോ എവിടെ നിക്ഷേപിക്കണമെന്നോ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നില്ല എന്നതായിരുന്നു. നിങ്ങൾക്ക് ധനികനാകണമെങ്കിൽ നിങ്ങളൊരു ബിസിനസിന്റെ ഉടമയും നിക്ഷേപകനുമായിരിക്കണം. തോമസ് എഡിസൺ എന്തുകൊണ്ട് ധനികനും പ്രശസ്തനുമായി? അപ്പോൾ നീ ഇന്ന് സ്കൂളിൽ എന്താണ് പഠിച്ചത്? ധനികനായ പിതാവ് എന്നോട് അന്വേഷിച്ചു. ഒരു നിമിഷം അന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച ശേഷം ഞാൻ പറഞ്ഞു, ഇന്ന് തോമസ് എഡിസണിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, ധനികനായ പിതാവ് എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ധനികനും പ്രസിദ്ധനുമായതെന്ന് നിങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ല, ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ ലൈറ്റ് ബൾബ് പോലുള്ള അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. ധനികനായ പിതാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ടീച്ചർ പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്നതിനോട് എനിക്ക് താൽപര്യമില്ല. പക്ഷേ തോമസ് എഡിസൺ അല്ല ലൈറ്റ് ബൾബ് കണ്ടെത്തിയത്. അദ്ദേഹം അതിനെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. തോമസ് എഡിസൺ തന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഹീറോകളിൽ ഒരാളാണ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് താൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്നും ധനികനായ പിതാവ് വിശദീകരിച്ചു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ലൈറ്റ് ബൾബിന് മുൻപായി മറ്റ് ലൈറ്റ് ബൾബുകളുണ്ടായിരുന്നു.
എന്നാൽ അവയൊന്നും പ്രാക്ടിക്കലായിരുന്നില്ല. ആദ്യകാലത്തെ ബൾബുകൾ ദീർഘകാലം നിലനിൽക്കുന്നവയല്ലായിരുന്നു. മാത്രമല്ല മറ്റു ഉപഭോക്താക്കൾക്ക് ആർക്കും അതിന്റെ വിപണി മൂല്യത്തെക്കുറിച്ച് വിശദീകരിക്കാനുമായില്ല. വിപണി മൂല്യം? ഞാൻ ആശ്ചര്യത്തോട് ചോദിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റു ഉപജ്ഞാതാക്കൾക്ക് അവരുടെ കണ്ടുപിടുത്തത്തിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നു. തോമസ് എഡിസൺ അത് ചെയ്തു. ധനികനായ പിതാവ് കൂട്ടിച്ചേർത്തു. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ഉപയോഗപ്രദമായ ബൾബ് കണ്ടുപിടിച്ചു. അതിനെ ഒരു ബിസിനസ്സാക്കി എങ്ങനെ മാറ്റാമെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. ധനികനായ പിതാവ് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിരവധി കണ്ടുപിടുത്തങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരമായി മാറിയതിന് കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് സെൻസാണ്. തോമസ് എഡിസൺ ഒരു ഉപജ്ഞാതാവിനും അപ്പുറമായിരുന്നു. അദ്ദേഹം ജനറൽ ഇലക്ട്രിക് അടക്കം നിരവധി പ്രധാന കമ്പനികളുടെ സ്ഥാപകനാണ്. നിങ്ങളുടെ ടീച്ചർ അതേക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ മറുപടി പറഞ്ഞു. തോമസ് എഡിസണിന് പ്രായോഗിക ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം എന്നാലോചിച്ച് ബോറടിക്കുന്നതിന് പകരം അങ്ങനെ അവർ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എങ്ങനെ ഇത്രത്തോളം ധനികനായി എന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചേനെ. ധനികനായ പിതാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തോമസ് എഡിസൺ എന്ന ഉപജ്ഞാതാവ് എങ്ങനെ ഒരു മൾട്ടി മില്യണയർ ആയെന്നും $1 ബില്യൺ കോർപ്പറേഷൻ സ്ഥാപിച്ചുവെന്നും വിശദീകരിച്ചു തന്നു. സ്കൂളിൽ വിജയിക്കാൻ മാത്രം സാമർഥ്യമുള്ള കുട്ടിയല്ലെന്ന് ടീച്ചർക്ക് തോന്നിയതുകൊണ്ട് സ്കൂളിൽ നിന്ന് പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു തോമസ് എഡിസൺ. അതിനുശേഷം അദ്ദേഹം റെയിൽ റോഡുകളിൽ മിഠായികളും മാസികകളും വിൽക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് അദ്ദേഹം സെയിൽസിലെ തന്റെ വൈദഗ്ധ്യം നേടിയെടുത്തത്. അധികം വൈകാതെ ട്രെയിനിന്റെ പിന്നിൽ അദ്ദേഹം സ്വന്തമായി ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യാനും മിഠായിക്കൊപ്പം തന്റെ പത്രം കൂടി വിൽക്കുന്നതിന് കുറെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുകയും ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൊഴിലാളിയിൽ നിന്ന് ഒരു ബിസിനസ് ഉടമയായി മാറുകയും 1 ഡസനിൽ അധികം കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് തോമസ് എഡിസൺ തന്റെ ബിസിനസ് കരിയർ ആരംഭിച്ചത്? ഞാൻ ചോദിച്ചു. ധനികനായ പിതാവ് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്തുകൊണ്ടാണ് അധ്യാപകർ അത് പറഞ്ഞുതരാത്തത്? ഞാൻ ചോദിച്ചു. ആ കഥ കേൾക്കാൻ എനിക്ക് താൽപര്യമുണ്ട്. അത് മാത്രമല്ല, എഡിസണിന്റെ കഥ തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എഡിസണിന് അതിവേഗം ട്രെയിനിലെ തന്റെ ബിസിനസ് മടുക്കുകയും അദ്ദേഹം മോർസ് കോഡ് എങ്ങനെയാണ് അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന് പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതുവഴി ഒരു ടെലഗ്രാഫ് ഓപ്പറേറ്ററായി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു. അധികം വൈകാതെ അദ്ദേഹം ആ പ്രദേശത്തെ ഏറ്റവും മികച്ച ടെലഗ്രാഫ് ഓപ്പറേറ്റർ നൈപുണ്യം ഉപയോഗിച്ച് നഗരങ്ങളിലേക്ക് യാത്ര നടത്തുകയും ചെയ്തു. ഒരു യുവസംരംഭകനും ടെലഗ്രാഫ് ഓപ്പറേറ്ററുമായതിൽ നിന്ന് പഠിച്ചതാണ് അദ്ദേഹത്തെ ലൈറ്റ് ബൾബിന്റെ ഉപജ്ഞാതാവും ബിസിനസ്സുകാരനുമായി മാറ്റിയത്. ഒരു ടെലഗ്രാഫ് ഓപ്പറേറ്റർ ആയിരിക്കുന്നത് എങ്ങനെ ബിസിനസ്സുകാരനാകുന്നതിൽ സഹായിക്കും? ഇക്കുറി എനിക്ക് ആശയക്കുഴപ്പമായി. ഈ കഥ ഒരു ധനികനാകുന്നതിന് എന്നെ എങ്ങനെയാണ് സഹായിക്കുക? വിശദീകരിക്കാൻ എനിക്ക് സമയം തരൂ, ധനികനായ പിതാവ് പറഞ്ഞു. തോമസ് എഡിസൺ ഒരു ഉപജ്ഞാതാവിനും അപ്പുറമാണ്. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം ഒരു ബിസിനസ് ഉടമയായി മാറി. അങ്ങനെയാണ് അദ്ദേഹം പണക്കാരനും പ്രസിദ്ധനുമായി മാറിയത്. സ്കൂളിൽ പോകുന്നതിന് പകരം യഥാർത്ഥ ലോകത്തെ വിജയത്തിന് ആവശ്യമായ ബിസിനസ് വൈദഗ്ധ്യം അദ്ദേഹം നേടിയെടുത്തു. ധനികൻ എന്തുകൊണ്ട് ധനികനാകുന്നു എന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? അതേ, ധനികനായ പിതാവിനെ തടസ്സപ്പെടുത്തുന്നതിന്റെ ആശങ്കയോടെ ഞാൻ തലയാട്ടി. ലൈറ്റ് ബൾബുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത് ബിസിനസ്സുകാരനും ടെലഗ്രാഫ് ഓപ്പറേറ്ററുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങളാണ്. ധനികനായ പിതാവ് തുടർന്നു. ടെലഗ്രാഫ് എന്ന കണ്ടുപിടുത്തത്തെ ഇത്രയേറെ വിജയിപ്പിച്ചത് അതൊരു ബിസിനസ് സംവിധാനമായതിനാലാണ് എന്ന് ടെലഗ്രാഫ് ഓപ്പറേറ്റർ ആയിരുന്നപ്പോഴത്തെ അനുഭവം വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ലൈനുകൾ, പോളുകൾ, വിദഗ്ധരായ ആളുകൾ, റിലേ സ്റ്റേഷനുകളൊക്കെയുള്ള ഒരു ബിസിനസ് സംവിധാനം. ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ തന്നെ ഒരു സംവിധാനത്തിന്റെ ശക്തി എഡിസൺ മനസ്സിലാക്കിയിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി, താങ്കൾ പറയുന്നത് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹം സംവിധാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയെന്നാണോ? കണ്ടുപിടുത്തത്തേക്കാൾ വലുതാണോ സംവിധാനം? ധനികനായ പിതാവ് തലയാട്ടി. ഭൂരിഭാഗം പേരും സ്കൂളിലേക്ക് പോകുന്നത് ഒരു സംവിധാനത്തിനുള്ളിലെ തൊഴിലാളിയാകുന്നത് എങ്ങനെയെന്ന് പഠിക്കാനാണ്. പലരും വലിയ രീതിയിൽ കാര്യങ്ങൾ കാണുന്നതിൽ പരാജയപ്പെടുന്നു. പലരും തങ്ങളുടെ ജോലിയുടെ മൂല്യം മാത്രമാണ് കാണുന്നത്. കാര്യങ്ങളെ അങ്ങനെ കാണാനാണ് അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ മരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, കാട് കാണുന്നില്ല. അതായത് ഭൂരിഭാഗം ആളുകളും ഒരു സംവിധാനം സ്വന്തമാക്കുന്നതിന് പകരം ഒരു സംവിധാനത്തിനായി ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാൻ കൂട്ടിച്ചേർത്തു. അതിനെ അനുകൂലിച്ച് തലയാട്ടിക്കൊണ്ട് ധനികനായ പിതാവ് പറഞ്ഞു. അവർ കാണുന്നതെല്ലാം കണ്ടുപിടുത്തമോ ഉത്പന്നങ്ങളോ മാത്രമാണ്, സംവിധാനങ്ങളെയല്ല. ഭൂരിഭാഗം പേരും ധനികനെ ധനികനാക്കുന്നത് എന്താണെന്ന് കാണുന്നതിൽ പരാജയപ്പെടുന്നു. ഇതെങ്ങനെയാണ് തോമസ് എഡിസണിനും ഇലക്ട്രിക് ബൾബിനും ബാധകമാകുന്നത്? ഞാൻ ചോദിച്ചു. ലൈറ്റ് ബൾബിനെ ഇത്രയും ശക്തമാക്കുന്നത് ലൈറ്റ് ബൾബല്ല, പകരം ലൈറ്റ് ബൾബിന് വൈദ്യുതി എത്തിക്കുന്ന ഇലക്ട്രിക് ലൈനുകളുടെയും റിലേ സ്റ്റേഷനുകളുടെയും സംവിധാനമാണ്, ധനികനായ പിതാവ് പറഞ്ഞു. മറ്റുള്ളവർ ലൈറ്റ് ബൾബ് മാത്രം കണ്ടപ്പോൾ അദ്ദേഹം വലിയ ചിത്രം കണ്ടതാണ് അദ്ദേഹത്തെ ധനികനും പ്രസിദ്ധനുമാക്കിയത്.
ട്രെയിനിലെ ബിസിനസ് അനുഭവവും ടെലഗ്രാഫ് ഓപ്പറേറ്ററായി പ്രവർത്തിച്ച പരിചയവുമാണ് അദ്ദേഹത്തെ ഇതിന് സഹായിച്ചത്. ഞാൻ മറുപടി പറഞ്ഞു. അദ്ദേഹം അനുകൂലിച്ചു. സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് നെറ്റ്വർക്ക്. നിങ്ങൾക്ക് ശരിക്കും ധനികനാകണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം. ലോകത്തെ അതിസമ്പന്നന്മാർ നെറ്റ്വർക്കുകൾ നിർമ്മിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ജോലി അന്വേഷിക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്നു. ലോകത്തെ അതിസമ്പന്നന്മാർ നെറ്റ്വർക്കുകൾ നിർമ്മിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ജോലി അന്വേഷിക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്നു. ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുകളില്ലായിരുന്നുവെങ്കിൽ ഇലക്ട്രിക് ബൾബുകൊണ്ട് ആളുകൾക്ക് വലിയ ഉപകാരം ഒന്നുമില്ലാതെ പോയേനെ, ഞാൻ പറഞ്ഞു. എനിക്ക് കാര്യം പിടികിട്ടി, ധനികനായ പിതാവ് പറഞ്ഞു. അതായത് ധനികനെ ധനികനാക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്വന്തമായി ഒരു സംവിധാനം നെറ്റ്വർക്ക് നിർമ്മിക്കുന്നു എന്നതാണ്. നെറ്റ്വർക്കിന്റെ ഉടമകൾ ആയിരിക്കുന്നത് അവരെ ധനികരാക്കുന്നു. ഒരു നെറ്റ്വർക്ക്, അതായത് എനിക്ക് ധനികനാകണമെങ്കിൽ ഒരു ബിസിനസ് ശൃംഖല എങ്ങനെ നിർമ്മിക്കണമെന്ന് ഞാൻ പഠിക്കണമല്ലേ, ഞാൻ ചോദിച്ചു. നിനക്ക് കാര്യം പിടികിട്ടി. ധനികനാകാൻ ഒന്നിലധികം വഴിയുണ്ട്. എന്നാൽ അതിസമ്പന്നന്മാർ എപ്പോഴും നെറ്റ്വർക്കുകൾ സൃഷ്ടിക്കുന്നു. ജോൺ ഡി റോക്കിഫെല്ലർ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായതെന്ന് നോക്കൂ. എണ്ണ കുഴിച്ചെടുക്കുന്നതിനപ്പുറം ജോൺ ഡി റോക്ക്ഫെല്ലർ ഗ്യാസ് സ്റ്റേഷനുകളുടെയും ഡെലിവറി ട്രക്കുകളുടെയും കപ്പലുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയുടെയുമെല്ലാം ഒരു നെറ്റ്വർക്ക് തന്നെയുണ്ടാക്കി. ഈ നെറ്റ്വർക്കിലൂടെ അദ്ദേഹം അതിസമ്പന്നനും ശക്തനുമായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ഒരു കുത്തകയാണെന്ന് ചൂണ്ടിക്കാട്ടി അത് വിഘടിപ്പിക്കാൻ യുഎസ് ഗവൺമെന്റ് നിർബന്ധിതരാകുന്ന ഘട്ടത്തിലേക്ക് എത്തി. അലക്സാണ്ടർ ഗ്രഹാംബെൽ ടെലിഫോൺ കണ്ടുപിടിക്കുകയും അത് ക്രമേണ AT&T എന്ന ടെലിഫോൺ നെറ്റ്വർക്കിലേക്ക് എത്തിച്ചേരുകയും ഞാൻ കൂട്ടിച്ചേർത്തു. ധനികനായ പിതാവ് തലയാട്ടി. പിന്നീട് റേഡിയോ നെറ്റ്വർക്കുകളും ടെലിവിഷൻ നെറ്റ്വർക്കുകളും വന്നു. ഓരോ തവണ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകുമ്പോഴും അവയെ പിന്തുണയ്ക്കുന്ന നെറ്റ്വർക്കുകളുണ്ടാവുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ആളുകൾ സമ്പന്നരായി മാറിക്കൊണ്ടിരുന്നു. ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളും കായിക താരങ്ങളും സമ്പന്നരായത് റേഡിയോ, ടെലിവിഷൻ നെറ്റ്വർക്കുകൾ അവരെ സമ്പന്നരും പ്രശസ്തരുമാക്കിയതുകൊണ്ടാണ്. പിന്നെന്തുകൊണ്ടാണ് ഇമ്മൂടെ സ്കൂൾ സംവിധാനങ്ങൾ നെറ്റ്വർക്കുകൾ നിർമ്മിക്കാൻ പഠിപ്പിക്കാത്തത്, ഞാൻ ചോദിച്ചു. എനിക്കറിയല്ല, ചുമലുകൾ വെട്ടിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആളുകളും ധനികനെ ധനികനാക്കുന്ന വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നതാണ്. എനിക്ക് ധനികർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട, അതിനാൽ ഞാൻ സ്വന്തമായി ഒരു നെറ്റ്വർക്ക് സ്ഥാപിച്ചു. ആദ്യകാലത്ത് ഞാനധികം പണമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സമയമെടുത്തിരുന്നു. 5 വർഷത്തേക്ക് സഹപ്രവർത്തകരുണ്ടാക്കുന്നതിനേക്കാൾ കുറവ് മാത്രമായിരുന്നു എന്റെ വരുമാനം. എന്നാൽ 10 വർഷത്തിനു ശേഷം ഞാൻ എന്റെ സഹപാഠികളെക്കാൾ ഏറെ സമ്പന്നനായി തീർന്നു. ഇവരിൽ പലരും ഡോക്ടർമാരും അഭിഭാഷകരുമൊക്കെ ആയിരുന്നു. ഇന്ന് അവർക്കൊക്കെ സ്വപ്നം കാണാൻ സാധിക്കുന്നതിനും അപ്പുറത്താണ് ഞാൻ സമ്പാദിക്കുന്നത്. മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് നെറ്റ്വർക്കിന് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും. നെറ്റ്വർക്കുകൾ നിർമ്മിച്ചുകൊണ്ട് സമ്പന്നരും പ്രശസ്തരുമായി തീർന്നവരുടെ കഥകൾ കൊണ്ട് ചരിത്രം നിറഞ്ഞിരിക്കുകയാണ് എന്ന് ധനികനായ പിതാവ് വിശദീകരിച്ചു. ട്രെയിൻ കണ്ടുപിടിച്ചതോടെ നിരവധി പേർ സമ്പന്നരായി. എയർപ്ലെയിനുകൾ, കപ്പലുകൾ, കാറുകൾ, വാൾമർട്ട്, ദ ഗ്യാപ്, റേഡിയോ ഷാപ്പ് പോലുള്ള റീറ്റെയിൽ ഷോപ്പുകൾ എന്നിവയുടെ കാര്യത്തിലും സംഗതി വ്യത്യസ്തമല്ല. ഇന്നത്തെ ലോകത്ത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും പിസികളുടെയും ശക്തി പല ആളുകളെയും സ്വന്തമായി നെറ്റ്വർക്കുകൾ നിർമ്മിക്കുന്നതിലേക്കും അതുവഴി ധാരാളം സമ്പത്ത് സ്വന്തമാക്കുന്നതിലേക്കും നയിച്ചു. ഇത്തരത്തിൽ സ്വന്തമായി ബിസിനസ് നെറ്റ്വർക്കുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ഈ ബുക്കും RichDad.com എന്ന എന്റെ വെബ്സൈറ്റും സമർപ്പിക്കുന്നു. IBMന്റെ നെറ്റ്വർക്കിലൂടെ ഒരു ഓപ്പറേറ്റിംഗ് സംവിധാനത്തെ പ്രവർത്തിപ്പിച്ച ബിൽ ഗേറ്റ്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ബീറ്റിൽസ് ലോക പ്രശസ്തരായത് റേഡിയോ, ടെലിവിഷൻ, റേഡിയോ നെറ്റ്വർക്കുകളുടെ ശക്തി കൊണ്ടാണ്. ലോകമെമ്പാടുമുള്ള നെറ്റ്വർക്കായ ഇന്റർനെറ്റ് നിരവധി പേരെ മില്യണിയർമാരും കുറച്ചുപേരെ ബില്യണിയർമാരുമാക്കി. എഴുതാനുള്ള എന്റെ കഴിവ് ദശലക്ഷക്കണക്കിന് ഡോളർ എനിക്ക് സമ്പാദിച്ചു തരുന്നത് ഞാനൊരു മികച്ച എഴുത്തുകാരനായതിനാലല്ല, പകരം ടൈം വാർണർ നെറ്റ്വർക്കുമായുള്ള എന്റെ ബിസിനസ് പങ്കാളിത്തം മൂലമാണ്. RichDad.com ടൈം വാർണർ ബുക്കുമായും ഇന്റർനെറ്റിൽ മായും ചേർന്ന് പ്രവർത്തിക്കുന്നു. ജോലി ചെയ്യാൻ നല്ല ആളുകളാണ് ഇവർ. ജപ്പാൻ, ചൈന, ആസ്ട്രേലിയ, UK, യൂറോപ്പ്, ആഫ്രിക്ക, സൌത്ത് അമേരിക്ക, കാനഡ, ഇന്ത്യ, സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, മെക്സിക്കോ, ഫിലിപ്പീൻസ്, തായ്വാൻ എന്നിങ്ങനെ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ കമ്പനികളുമായി RichDad.com ശൃംഖലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ധനികനായ പിതാവ് പറഞ്ഞതുപോലെ ധനികർ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർ ജോലിക്കായി ശ്രമിക്കുന്നു. സമ്പന്നർ എന്തുകൊണ്ട് അതിസമ്പന്നരാകുന്നു? ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്സ് ടുഗെദർ എന്ന പഴഞ്ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ ചൊല്ല് പക്ഷികൾക്ക് മാത്രമല്ല, ധനികർ, മധ്യവർഗക്കാർ, ദരിദ്രർ എന്നിവർക്കും ബാധകമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ധനികരായ ആളുകൾ എപ്പോഴും ധനികരോടും ദരിദ്രരായ ആളുകൾ കൂട്ടുകൂടുന്നത് ദരിദ്രരോടും മധ്യവർഗക്കാർ ചേർന്ന് നിൽക്കുന്നത് മധ്യവർഗക്കാരോടുമായിരിക്കും. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ നിങ്ങൾ സമ്പന്നരോടോ അല്ലെങ്കിൽ സമ്പന്നരാകാൻ നിങ്ങളെ സഹായിക്കുന്ന ആളുകളുമായോ നെറ്റ്വർക്കുണ്ടാക്കണമെന്ന് ധനികനായ പിതാവ് ഇടയ്ക്കിടെ പറയാറുണ്ട്.
നല്ലൊരു വിഭാഗം ആളുകളും തങ്ങളെ സാമ്പത്തികമായി പിന്നോട്ട് വലിക്കുന്ന ആളുകളുമായിട്ടാണ് നെറ്റ്വർക്ക് ഉണ്ടാക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ബുക്കിൽ കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്ന് കൂടുതൽ സമ്പന്നരാകാൻ ആളുകളെ സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്നത്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയും ഞാൻ സമയം ചെലവഴിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ എന്നെ സമ്പന്നനാക്കാൻ സമർപ്പണം ചെയ്തവരാണോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടെ സ്വയം ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ ഈ ആളുകളും കമ്പനിയും ഞാനൊരു കഠിനാധ്വാനിയായി തുടരുന്നതിൽ താൽപര്യം കണ്ടെത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക. സാമ്പത്തികമായി സ്വതന്ത്രനാകാനുള്ള എളുപ്പവഴിയെന്ന് പറയുന്നത് ഇതിനായി എന്നെ സഹായിക്കുന്ന ആളുകളുമായി നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയാണെന്ന് 15ാം വയസ്സിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നെ സംബന്ധിച്ച് അതേറെ അർത്ഥവത്തായിരുന്നു. എന്നിരുന്നാലും ഹൈസ്കൂളിലെ എന്റെ ഭൂരിഭാഗം സുഹൃത്തുക്കളും മികച്ച ഗ്രേഡുകൾ നേടുന്നതിനും സുരക്ഷിതമായ ജോലി കണ്ടെത്തുന്നതിനുമായിരുന്നു ശ്രമിച്ചത്. അതുകൊണ്ട് 15ാം വയസ്സിൽ തന്നെ സമ്പന്നർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ആത്മാർത്ഥ തൊഴിലാളിയാകാതെ ഞാനൊരു ധനികനാകുന്നതിൽ താൽപര്യമുള്ളവരെയെ സുഹൃത്തുക്കളാക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞുനോക്കുമ്പോൾ 15ാം വയസ്സിൽ ഞാനെടുത്ത തീരുമാനം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നതും സമയം ചെലവഴിക്കേണ്ടിയിരുന്നതും അധ്യാപകരോട് ഒത്തായിരുന്നതിനാൽ അത് അത്ര ലളിതമായിരുന്നില്ല. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആശയം നിങ്ങൾ ആരോടൊക്കെയോ സമയം ചെലവഴിക്കുന്നു. നിങ്ങളുടെ അധ്യാപകർ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം എന്ന ആശയം പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ ഞാൻ എന്റെ സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഏറെ ശ്രദ്ധയോടെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. കാരണം നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, അധ്യാപകർ എല്ലാം തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിലെ വളരെ 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 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആളുകൾക്കായുള്ള ബിസിനസ് സ്കൂൾ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായത്തെക്കുറിച്ചുള്ള ഈ ബുക്ക് എഴുതുന്നതിൽ വ്യക്തിപരമായി ഞാൻ സന്തോഷവാനാണ്. ജീവിതകാലം മുഴുവൻ ഒരു നെറ്റ്വർക്കിനു വേണ്ടി ജോലിയെടുക്കാതെ സ്വന്തമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്റെ സമ്പന്നനായ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഈ ഇൻഡസ്ട്രിയിലെ പല കമ്പനികളും ദശലക്ഷക്കണക്കിന് ആളുകളെ സമാനമായ ആശയം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിന്റെയും സ്വന്തമായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന്റെയും ശക്തിയെക്കുറിച്ച് ആളുകളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇതിന് കാരണം ഒരു നെറ്റ്വർക്ക് സ്ഥാപിച്ച് ബിസിനസ് ഉടമകൾ ആക്കുന്നതിന് പകരം ഭൂരിഭാഗം ആളുകളെയും പഠിപ്പിച്ചിരിക്കുന്നത് കഠിനാധ്വാനികളും വിധേയരുമായ തൊഴിലാളികളാകാനാണ് പഠിപ്പിക്കുന്നത്. US മറൈൻ കോർപ്സിന്റെ ഓഫീസറും ഹെലികോപ്റ്റർ പൈലറ്റുമായിരുന്ന ഞാൻ വിയറ്റ്നാമിൽ നിന്ന് മടങ്ങിയെത്തിയതിനുശേഷം MBA പഠിക്കാൻ ചേരുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്റെ ധനികനായ പിതാവ് ഇതിനെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു: ഒരു പരമ്പരാഗത സ്കൂളിൽ നിന്ന് നീ ഡിഗ്രി എടുത്താൽ എപ്പോഴും ഒരു സമ്പന്നന്റെ തൊഴിലാളി ആകാനേ പരിശീലിപ്പിക്കപ്പെടൂ. ഒരു സമ്പന്നന്റെ ഉയർന്ന ശമ്പളമുള്ള ജോലിക്കാരനാകുന്നതിന് പകരം നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ നിങ്ങളെ ഒരു സംരംഭകനാക്കി മാറ്റുന്ന ഒരു ബിസിനസ് സ്കൂളിലേക്ക് പോകണം. നിനക്ക് ലഭിച്ച അതേ തരത്തിലുള്ള ഒരു ബിസിനസ് സ്കൂൾ. മിക്ക ബിസിനസ് സ്കൂളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് അവർ ഏറ്റവും സമർത്ഥരായ കുട്ടികളെ തിരഞ്ഞുപിടിച്ച് സമ്പന്നരുടെ ബിസിനസ് എക്സിക്യൂട്ടീവ് ആകാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ എൻറോൾ വേൾഡ്കോമിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്വന്തം കാര്യം മാത്രം നോക്കുകയും തന്നെ വിശ്വസിച്ച നിക്ഷേപകരെയും തൊഴിലാളികളെയും കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്ത ഈ ഉന്നത എക്സിക്യൂട്ടീവുകളുടെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നത വരുമാനമുള്ളവരുമായ എക്സിക്യൂട്ടീവുകൾ തങ്ങളുടെ ജീവനക്കാരോട് കമ്പനിയുടെ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ എക്സിക്യൂട്ടീവുകൾ ചെയ്യുന്നത് തങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുകയാണ്. വേൾഡ് കോമിന്റെയും എൻറോണിന്റെയും പോലുള്ള സ്വാർത്ഥ സ്വഭാവങ്ങൾ കോർപ്പറേറ്റ് ലോകത്തും ഓഹരി വിപണികളിലും സാധാരണമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ ഞാൻ പിന്തുണയ്ക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മേഖലയിലെ പല കമ്പനികളും മിടുക്കരായ കുട്ടികളെ സമ്പന്നരുടെ ജോലിക്കാരാക്കാൻ പരിശീലിപ്പിക്കുന്നതിന് പകരം പരമ്പരാഗത ബിസിനസ് സ്കൂളിൽ പഠിപ്പിക്കാത്ത മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നതാണ്. സമ്പന്നനാകാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങളെയും മറ്റുള്ളവരെയും എങ്ങനെ ഒരു ബിസിനസിന്റെ ഉടമയാകാൻ പഠിപ്പിക്കാം എന്നത് പോലെയുള്ള മൂല്യങ്ങൾ പഠിപ്പിച്ചു നൽകുക എന്നതാണ്. സമ്പന്നനാകാനുള്ള മറ്റു വഴികൾ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലൂടെ ബിസിനസ് ഉണ്ടാക്കി വൻ സമ്പത്ത് നേടിയെടുത്ത ധാരാളം ആളുകളുണ്ട്. സമ്പന്നരായ എന്റെ പല സുഹൃത്തുക്കളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലൂടെ തങ്ങളുടേതായ സൗഭാഗ്യം സൃഷ്ടിച്ചെടുത്തവരാണെങ്കിലും ഒരാൾക്ക് സമ്പന്നനാകാൻ മറ്റു വഴിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത അധ്യായത്തിൽ ആളുകൾക്ക് സമ്പന്നരാകാനുള്ള മറ്റു വഴികളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ, പ്രത്യേകിച്ച് ജീവിക്കാനുള്ള കഷ്ടപ്പാട് ഒഴിവാക്കാൻ, ജോലി സുരക്ഷയിൽ കടിച്ചു തൂങ്ങാതിരിക്കാൻ, ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിലേക്ക് ജീവിക്കാതിരിക്കാനുള്ള വഴികൾ. അടുത്ത അധ്യായം വായിച്ചു കഴിഞ്ഞ ശേഷം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് കെട്ടിപ്പടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഭാഗ്യത്തിന് അനുയോജ്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും. അത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന വാഹനമാകുമോ എന്നറിയാൻ സാധിക്കും.